അസ്സലാമു അലൈക്കും. ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. 1.5 കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇല്ലേ അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. അതാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. അതെന്തായാലും ഉണ്ടാവണം, അല്ലെങ്കിൽ വാങ്ങണം, വേഗം വാങ്ങാനും കിട്ടും, ചെറിയ പൈസയേ ഉള്ളൂ. 1/4 ടീസ്പൂൺ സോഡക്കാരും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആക്കണം. മൊത്തത്തിൽ അങ്ങ് മിക്സായി കിട്ടണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വലിയവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കായ് പൊരിക്ക് കുഴക്കുന്നില്ലേ അതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റിൽ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബജ്ജി മുക്കുമ്പോൾ അത് ഊർന്നു പോകും. കുറച്ച് കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം. കുറച്ച് ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്, ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നടുകെ പിളർന്ന് കൊടുക്കുക. അതിന് മുട്ടൊന്നും കളയൊന്നും വേണ്ട, ഇതേപോലെ നടുകെ പിളർന്ന് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലില്ലേ ഇത് കണ്ട കുറച്ച് എരിവില്ല ഭാഗം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നീക്കി കൊടുക്കാം, അല്ലെങ്കിൽ നീക്കിയൊന്നും വേണ്ട. കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ നീക്കി കൊടുക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അത് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. വലിയ എരിവൊന്നുമില്ല, കാണാനേ ഉള്ളൂ. എല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ നീക്കി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ മുതിർന്നവർ ഇടക്കിടക്കല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് 2 ഉള്ളി, വലിയ ഉള്ളിയാണ്, അതെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് മിക്സി ജാറില്ലേ, ചെറിയ മിക്സി ജാർ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം, എന്നാലേ നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നന്നായി അത് അടിച്ചെടുത്തിട്ട് വരണം. നല്ല അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ കടലമാവ് മിക്സാക്കിയില്ലേ അതിലേക്ക് ഈ ബജി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മൊത്തത്തിലങ്ങ് പിടിപ്പിക്കാം, കടലമാവിലേക്ക് പിടിപ്പിക്കണം. ഇതേപോലെ കട്ടിയിൽ കുഴച്ചാലേ ഇങ്ങനെ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും. കായ് പൊരിക്കൊന്നും കുഴക്കുന്ന മാതിരിയല്ല, കുറച്ച് ടൈറ്റ് തന്നെ കുഴക്കാൻ നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എണ്ണ നന്നായി ചൂടായാൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള മുളക് വേവണ്ടേ, അതിന് വേണ്ടിയാണ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നത്. ചൂടായ ശേഷം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു 4 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറം ഇട്ട് കൊടുക്കുന്നില്ല, മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു പോകും. ഒരു ഭാഗം ഫ്രൈ ആയാൽ നമുക്ക് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി കൊടുക്കാം. ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉത്സവപ്പറമ്പിലെ ബജിയും ചമ്മന്തി എന്നാണ് ഇതിനെ പറയൽ. തിരിച്ചു മറിച്ചിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഈ ഭാഗം കൂടിയേ ഫ്രൈ ആവേണ്ടു. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ആദ്യത്തെ ഭാഗം എടുക്കുന്നത് എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി, രണ്ടാമത് എടുക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചാൽ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അത് വാർന്നു പോയിക്കോളും. എണ്ണയൊന്നും കുടിക്കില്ല ഇതിന്, നല്ലോണം പൊങ്ങി വരികയും ചെയ്തിന്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. ഇതേപോലെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ചെയ്തെടുക്കുകയും വേണം. ഇതെല്ലാം ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ കഴിയും വേണം. നല്ല ക്രിസ്പിയാണ് പുറമേ, ഉള്ളിൽ നല്ല ഇതുമാണ്, സോഫ്റ്റുമാണ്. ഇനി ബജിയുടെ ചമ്മന്തി ഇല്ലേ, ബജി മുളകിൻ്റെ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. വെറുതെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും കിട്ടലില്ല. ഈ ചമ്മന്തി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് ഉത്സവപ്പറമ്പിലെ ചമ്മന്തി എന്നാണ് പറയൽ. നമ്മൾ സാധാരണ ആടെങ്കിലും പോയാൽ നമ്മൾ വാങ്ങി കഴിക്കലില്ലേ, ഈ എന്തെങ്കിലും പരിപാടിക്കെല്ലാം പോയാൽ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് കാണണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.